മാച്ച് ചെയ്യണം ഐറ്റംസ് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2 ആയിട്ട്. ലിസ്റ്റ് 1ഉം 2ഉം നമുക്ക് നോക്കാം. ഫസ്റ്റത്തേൽ ലിസ്റ്റ് 1ൽ കൊടുത്തിട്ടുള്ളതാണ് കറൻറ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസ്, കോളംബ്. ഓക്കെ, അടുത്തതിൽ വോൾട്ട്, ഓം, ആംപെയർ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മളോട് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസറാണ് ഓപ്ഷൻ സി, അതായത് കറൻറ്റിൻ്റെ ആംപെയർ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ട്, റെസിസ്റ്റൻസ്, ഓം. നെക്സ്റ്റ്, 1 column charge equal to the charge of dash 6.24 into 1018 protons. Next, a conductor carries 7 column charge for a duration of 10 seconds. Then the current through the conductor is equal to 0.7 A. From the following options, which one is correct regarding conductor? കണ്ടക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ശരിയായത് ഏതാണ്? കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ശരിയായത് ഏതാണെന്ന് ചോദിച്ചേക്കണേ. വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഓവർലാപ്സ് ഇൻ കണ്ടക്ടേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഫ്രം ദ ഗിവൺ ഓപ്ഷൻ സെലക്ട് ദ ലിസ്റ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? മൈക്ക, വുഡ്, പേപ്പർ. ഇഫ് എ മെറ്റീരിയൽ ഹാവിംഗ് ഫോർബിഡൻ എനർജി ഓഫ് 6 ഇലക്ട്രോൺ വോൾട്ട്, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ ഏതായിരിക്കും? ഇൻസുലേറ്റർ ആയിരിക്കും. ഐഡൻറ്റിഫൈ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഇൻ എ കേബിൾ. ഏതാണ്? ഹൈ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടാവും, പിന്നെ ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ടെമ്പറേച്ചർ ഫ്രം -30°C ടു ഓവർ 100°C. നെക്സ്റ്റ്, ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ 1, 2, 3 ആണ്, 1, 3, 4 ആണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. വയർ വൂണ്ട് റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഹൈ കറൻറ്റ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നുണ്ട്. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് സ്മോൾ പവർ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് അല്ലേ? അപ്പോൾ 1 and 2 ആർ കറക്റ്റ്. ദ ഫങ്ഷൻ ഓഫ് ഫ്ലക്സ് ഇൻ സോൾഡറിങ് എന്താണ്? ടു കീപ് ദ മെറ്റൽ സർഫസ് ക്ലീൻ ആൻഡ് ഓക്സൈഡ് ഫ്രീ എന്നുള്ളതാണ് ഫങ്ഷൻ ഓഫ് ഫ്ലക്സ് ഇൻ സോൾഡറിങ്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ ഇഫക്റ്റ് ഓഫ് അലുമിനിയം ഇംപ്യൂരിറ്റി ഇൻ ടിൻ ലെഡ് സോൾഡർ ഫ്രം ദ ഫോളോയിങ്. ഏതാണ്? സർഫസ് ഡിറ്റീറിയറേഷൻ ഓഫ് മോൾട്ടൺ സോൾഡർ. ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ആർ റിലേറ്റഡ് ടു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഏതാണ്? 1ഉം 2ഉം. അതായത് ദ സബ്സ്റ്റൻസ് ആർ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേർണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതുപോലെ തന്നെ ദ സബ്സ്റ്റൻസസ് മൂവ് ഫ്രം വീക്ക് ഫീൽഡ് റീജിയൻ ടു സ്ട്രോങ് ഫീൽഡ് റീജിയൻ ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇത് രണ്ടും എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസുമായിട്ട് റിലേറ്റഡ് ആയ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഫ്രം ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. എന്താണ് പ്രോപ്പർട്ടി തന്നിട്ടുള്ളത്? മാഗ്നറ്റിക് മെറ്റീരിയൽ വിത്ത് സസെപ്റ്റിബിലിറ്റി ഈസ് ലോ ആൻഡ് നെഗറ്റീവ്. They tend to move from high field region to low field region under the influence of non-uniform magnetic field പറഞ്ഞു. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആവും? അത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. നെക്സ്റ്റ്, when a conductor is moved to south direction in a magnetic field which is directed upwards, then the direction of current in the conductor will be towards west. From the following options which is correct related to reluctance of a magnetic material. Reluctance എന്നുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്തിന്? ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് ലെങ്ത്ത് കൂടുന്തോറും റിലക്റ്റൻസും കൂടും. ഇനി റിലക്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഏരിയ ഓഫ് മെറ്റീരിയലിന്. അതായത് ഏരിയ ഓഫ് മെറ്റീരിയൽ കൂടുന്തോറും റിലക്റ്റൻസ് കുറയും. ഓക്കെ. If an electromagnet contains 100 turns and carries a current of 5 ampere, find the reluctance if the flux produced by the magnet is 0.2 Weber. 2500 AT/Web ആണ്. ടെസ്ല എന്തിൻ്റെ യൂണിറ്റ് ആണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ടെസ്ല. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേൺസ് in the coil if an EMF of 40 volt developed across it with a flux change in the ratio 0.8 Web/second. എത്രയാവും? 50 ആയിരിക്കും. If the capacitance of a parallel plate capacitor C ആണ്, the area of conductor ഡബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ
ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് നമ്മൾ പകുതിയാക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് എന്തിന് ഈക്വൽ ആയിരിക്കും? 4C ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തത്, ഇഫ് ടു കപ്പാസിറ്റേഴ്സ് C1 ആൻഡ് C2 ആർ കണക്റ്റഡ് ഇൻ സീരീസ് ദെൻ ദ വാല്യൂ ഓഫ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാവും? ലെസ് ദാൻ C1 ആൻഡ് C2 ആയിരിക്കും. From the given statement, choose the correct one which related to the law of resistance. ലോ ഓഫ് റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും. നമുക്ക് നോക്കാം. റെസിസ്റ്റൻസ് എന്നുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു, അത് ശരിയാണ്. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു, അതും ശരിയാണ്. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് മെറ്റീരിയൽ, അതും ശരിയാണ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും എന്താണ്? ലോ ഓഫ് റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇഫ് ദ ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് മെറ്റീരിയൽ ഡബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ ദെൻ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ എന്താവും? റെസിസ്റ്റൻസ് ഒരു മാറ്റവും ഇല്ലാണ്ട് സെയിം ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ചൂസ് ദ മെറ്റീരിയൽ വിത്ത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഏതാണ്? കോപ്പറിനാണുള്ളത് അല്ലേ. നെക്സ്റ്റ്, 2 lamps of each rating 100 watt and 200 watt which are connected in series. Find the effective resistance of the circuit. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 800 ohms ആയിരിക്കും. ഇഫ് 20 ohm and 30 ohm resistor are connected in series across 200 volt supply, find voltage drop across 3 ohms resistor. എത്രയാണ്? 120 volt ആണ്. From the following, find out the reason for buckling effect in cells. ഏതാണ്? ഈ 3 ബക്ലിംഗ് എഫക്റ്റിന് റീസണാണ്. എന്തൊക്കെയാണ് ബക്ലിംഗ് എഫക്റ്റിൻ്റെ റീസൺസ്? ഓവർ ചാർജിങ്, കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് ബാറ്ററി ഇൻ ഡിസ്ചാർജ്, നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറണ്ട് ഇൻ പ്ലേറ്റ്സ്. അപ്പോൾ 1, 2 and 3 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ്. എന്തിനാണ്? കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ബേസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ഫ്രം ദ ഗിവൺ സെൽസ് ഐഡൻറ്റിഫൈ ദ സെൽ ദാറ്റ് ക്യാൻ ബി റീചാർജ്ഡ്. ഏതാണ്? ലെഡ് ആസിഡ് സെല്ലാണ്. ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ നേച്ചർ ഓഫ് ഫുള്ളി ചാർജ്ഡ് സെൽ. ഫുള്ളി ചാർജ്ഡ് സെല്ലിൻ്റെ പ്രത്യേകതകൾ: ഗ്യാസിങ് അറ്റ് ദ ബോത്ത് പ്ലേറ്റ്സ് ഓഫ് സെല്ലും വോൾട്ടേജ് റേസ് ഓഫ് ദ സെല്ല്. അപ്പോൾ 1 and 2 ആണ് കറക്റ്റ് ആൻസർ. ഹൗ ദ ലോ പവർ ഫാക്ടർ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ഇൻ AC സർക്യൂട്ട്. AC സർക്യൂട്ടിൽ നമുക്ക് ലോ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ബൈ കണക്റ്റിംഗ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. ഹൗ മച്ച് വിൽ ബി ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എൻ ഇൻസ്റ്റലേഷൻ? നോട്ട് ലെസ് ദാൻ 1 mega ohm ആയിരിക്കും. നെക്സ്റ്റ്, ഇൻ വിച്ച് കണ്ടീഷൻ റെസൊണൻസ് വിൽ ഒക്കർ ഇൻ R1C സീരീസ് സർക്യൂട്ട്? ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് 11 is equal to capacitor resistance of XC. Next, what is the maximum permissible load for a power sub-circuit as per IE rules? 3000 volts ആയിരിക്കും. What is the Megger reading in a dead short wiring installation? അത് 0 ohms ആയിരിക്കും, 0 meter ohms ആയിരിക്കും. What will happen to the value of earth resistance if length of the earth pipe is increased? എന്താണ്? അത് ഡിക്രീസ് ചെയ്യും. Which method of cable laying is suitable for congested areas? Racked in air ആണ്. Where system earthing is done? Generating stationൽ ആണ് സിസ്റ്റം എർത്തിങ് നടത്തുന്നത്. നെക്സ്റ്റ്, what is the term for the time taken by a fuse to interrupt the circuit in fault? Cut off factor ആണ് ആൻസർ. Which electrical equipment is provided with I series MCB? General lighting ആണ്. Which rule is used to find the direction of induced EMF in DC generator? Fleming's right hand rule. Next, what is the formula for dynamically induced EMF? BIV sin theta volts. What is a generator if its field is connected in parallel with armature? Shunt generator. What is the property of wave winding in DC generator? Low currentum high voltage ആയിരിക്കും. What is the effect if the shunt field resistance is above critical resistance value in DC generator? Generator fails to build up voltage. What is the purpose of series resistor connected with holding coil in a DC 4-point? Limit the current in 4-point starter. അപ്പോൾ എന്താണ് that limit the current in holding coil? Why the direction of rotation is changed
Only by changing the armature current direction in a DC compound motor. Answer, maintain motor characteristics. Which speed control methods offer below normal speed in DC shunt motor? Armature control method. Why the DC series motor field winding is wound with thick wire to carry the load current? Which type of instrument is used to test the armature winding? Growler. To convert galvanometer into ammeter, and low resistance is connected in parallel. Which material is used for transformer bushings? Porcelain. Okay. Porcelain. The starting torque of a three-phase induction motor is dash supply voltage. Directly proportional to square square of voltage. Starting torque of three-phase inductor is directly proportional to square of voltage. In an induction instrument, deflection torque is produced due to the reaction between dash flux and eddy currents. In a shaded pole motor, the revolving field is produced by shading ring. How the voltage is reduced in auto transformer starter at the time of starting? By adjusting the tappings by hand. Maximum efficiency for a transformer can expect when copper loss becomes equal to contact loss. Next, which one is the application of current transformer? Tongue tester. Next, synchronous motor when used for power factor improvement should be dash over excited. The following type is not a wattmeter. Electromechanical. Phase sequence of supply given to AC motor means the order of phase attaining maximum value. If the ceiling fan, when switched on, runs at slow speed in the reverse direction, it can be concluded that capacitors is not effective. In a wound three-phase induction motor, brushes should be connected to external connected resistors. Dash of the transformers are used for high power. Core type transformer. Next, moving coil instrument works on the effect of electromagnetic effect. If an induction motor, if the flux density of rotor is reduced to half of its normal value, the torque will reduce to half. In a transformer, minimum voltage regulation occurs when the power factor of the load is leading. A dynamometer type wattmeter has uniform scale. Vacuum cleaners generally use universal motor. Which is the cause for deterioration of transformer oil? Due to atmospheric air coming into contact with oil. The laws of illumination are applicable to a point source of light in the absence of reflecting surface. To a point source of light in the presence of reflecting surface. Okay, both A and B nulladaana answer. A and B The laws of illumination are applicable to a point source of light in the absence of reflecting surface. That's the answer. A total of 20 fluorescent lamps are required to illuminate a surface of 100 meter with an illumination of 200 lux, taking coefficient of utilization as 0.5 and depreciation factor as 1.25. Find out the lumen output of the lamp. 2500 lumens. An incandescent lamp hung at a height of h from a point P directly below it produces an illumination E at P. If the height was reduced by h by 4, what will be the new illumination at P? E by 4 E by 16 16 E. Which of the following lamps operates at the best power factor? Incandescent lamp. Which one among the following lighting schemes produces minimum glare? Indirect lighting. The voltage drop across the ideal diode when forward biased is
0.7 അല്ല, 0.3 അല്ല, 1.1 അല്ല. അപ്പോൾ none of the above ആണ് ആൻസർ. In a DC power supply, a voltage regulator is used to dash. എന്തിനാണ്? കീപ് ദ ഔട്ട്പുട്ട് DC voltage constant irrespective of variations in input voltage. കീപ് ദ ഔട്ട്പുട്ട് DC voltage constant irrespective of variations in load current. അപ്പോൾ both A and B ആണ് ആൻസർ. What happens when a Zener diode is forward biased? അതിൽ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഉള്ളതൊന്നുമല്ല അല്ലേ. അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ഒക്കർ, സെനർ ബ്രേക്ക് ഡൗൺ ഒക്കർ, ഇറ്റ് ബ്ലോക്സ് ദ ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നില്ല. In an L section filter, inductor is connected in series and capacitor is connected in parallel with respect to the load. Choose the incorrect statement regarding a pure semiconductor. Incorrect statement ആണ് പറഞ്ഞേക്കണേ. കറക്റ്റായിട്ടുള്ളത് ഏതാണ്? കണ്ടക്ടറിനെ നോക്കുമ്പോൾ ഇറ്റ് ബിഹേവ്സ് ആസ് എ പെർഫെക്റ്റ് ഇൻസുലേറ്റർ അറ്റ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. ഇറ്റ്സ് റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇതെല്ലാം കറക്റ്റാണ്. പക്ഷെ ഇതിൽ തെറ്റായത് ഇറ്റ് ഒബെയ്സ് ഓംസ് ലോ എന്നുള്ളതാണ്. The type of generators used in hydroelectric power stations is usually dash. എന്നാണ് salient pole type alternator. Which among the following pairs are not matched? മാച്ച് ചെയ്യാത്തത് വിൻഡ് പവർ പ്ലാന്റും ഇൻഡക്ഷൻ മോട്ടറാണ്. ബാക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഓൾട്ടർനേറ്റർ, സോളാർ പവർ പ്ലാന്റ് PV സെൽ, തെർമൽ പവർ പ്ലാന്റ് ഓൾട്ടർനേറ്റർ. അതിൽ B മാത്രമാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാത്തത്. Next, MPPT is not used in dash hydroelectric power plant. Which one among the following conditions is most desirable for a power station? Power station high load factor ഉണ്ടാവണം, high diversity factor ഉണ്ടാവണം. Which one among the following statement is not true എന്ന് ചോദിച്ചേക്കുന്നത് regarding generating stations? High value of load factor indicates a high variable load on the power station എന്നുള്ളതാണ് എന്ത് നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തത്. ബാക്കിയെല്ലാം കറക്റ്റാണ്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ മീറ്റിംഗ് ബേസ് ലോഡ്. ദ ലോഡ് ഓൺ എ പവർ സ്റ്റേഷൻ ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ഡേ. വാല്യൂ ഓഫ് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. വിച്ച് വൺ among the following statement is not true for an interconnected ഗ്രിഡ് സിസ്റ്റം? നോട്ട് ട്രൂ എന്നാണ് പറഞ്ഞേക്കണേ അല്ലേ. അതിനായിട്ട് കറക്റ്റായത് ഏതൊക്കെയാണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ പ്ലാന്റ് റിസർവ് കപ്പാസിറ്റി. ഇറ്റ് ഇൻക്രീസസ് ദ റിലയബിലിറ്റി ഓഫ് സപ്ലൈ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓഫ് ദ സിസ്റ്റം എന്നുള്ളതെല്ലാം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ നോട്ട് ട്രൂ ഏതാണ്? ഇൻ്റർ കണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റം അവോയ്ഡ്സ് ദ യൂസ് ഓഫ് ഓൾഡ് ആൻഡ് ലെസ് എഫിഷ്യൻറ്റ് പ്ലാന്റ്സ് എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി പിക്ക് ദ ഓഡ് വൺ ഔട്ട്. സർജ് ടാങ്ക്, പെൻ സ്റ്റോക്ക്, ഡാം, എക്കണോമൈസർ ആണ് ഈ ഇതിൽ ഓഡ് വൺ. വിച്ച് വൺ among the following statement is not true എന്ന് പറഞ്ഞിട്ടുണ്ട് ബേസ്ഡ് ഓൺ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ. നമുക്കറിയാം ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ഹീറ്റ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ പ്രോസസ് ഓഫ് ന്യൂക്ലിയർ ഫിഷൻ എന്നറിയാം. ന്യൂക്ലിയർ റിയാക്ടർ കൺട്രോൾ ചെയിൻ റിയാക്ഷൻ ഈസ് യൂസ്ഡ് എന്നറിയാം. ദ ക്യാപിറ്റൽ കോസ്റ്റ് ഓൺ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈസ് കമ്പാരേറ്റീവ്ലി വെരി ഹൈ എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ തെറ്റായത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ആർ സ്യൂട്ടബിൾ ഫോർ സപ്ലൈയിങ് പവർ ടു ഫ്രീക്വൻ്റ്ലി വാരിയിങ് ലോഡ്സ് എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചൂസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് കമ്പോണൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റം. ഇതാണ് PV സെല്ല്, പിന്നെ PV മൊഡ്യൂൾ, PV പാനൽ, PV അരേ. മെൻഷൻ ദ മെയിൻ കോമ്പണൻറ്റ് ഓഫ് ബയോഗ്യാസ്. ബയോഗ്യാസിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് മീഥെയിനാണ്. Choose the incorrect statements from the given options. The phenomenon in which receiving end voltage is less than sending end voltage is known as Ferranti effect. Which of the following is not true with respect to HVDC transmission എന്ന് പറഞ്ഞേക്കണേ. അതിൽ തെറ്റായത് the distance of transmission should be below a minimum value for HVDC transmission to become economical. ബാക്കി മൂന്നും കറക്റ്റാണ്. ചേഞ്ചിങ് കറണ്ട് ഈസ് ടോട്ടലി ആബ്സെൻറ്റ്. Series and shunt compensations are not required. Corona loss is less as compared to HVAC transmission. അപ്പോൾ ഇത് മൂന്നും ട്രൂ ആണ്. ട്രൂ അല്ലാത്തത് ഓപ്ഷൻ D ആണ്. ഇതിൽ മെൻഷൻ ദ കോമ്പണൻറ്റ് ഓഫ് ബയോഗ്യാസ് മീഥെയിൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ പവർ സ്റ്റേഷൻസിൻ്റെ അതെല്ലാം
നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഉള്ളതാണ്, 10ാം ക്ലാസ്സിലത്തെ കെമിസ്ട്രി ടെക്സ്റ്റിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇത്തിരി കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചേക്കുക. നമുക്കറിയാം NCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നുള്ളത് അറിയാം അല്ലേ, അത് ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു HVDC ട്രാൻസ്മിഷൻ നമ്മൾ പറഞ്ഞതാണ്. അടുത്തത് ഇൻ HVDC ട്രാൻസ്മിഷൻ ഇൻക്രീസ് ഇൻ ട്രാൻസ്മിഷൻ വോൾട്ടേജ് allows to reduce the size of conductors used. Which one among the following phenomena does not take place in high voltage AC transmission? Current effect അല്ല, skin effect അല്ല, corona അല്ല. അപ്പോൾ none of the above ആണ് ആൻസർ. Effect of series inductance and shunt capacitance of transmission lines are phased in dash. EHVAC transmission. Next, in a 3-phase 4-wire 415 എന്താണ് 40 വോൾട്ട് ലാമ്പ് ഗ്ലോസ് ബ്രൈറ്റർ ദാൻ 100 വോൾട്ട് ലാമ്പ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഇൻ എ 3-phase 4-wire 415 240 volt system a 40 volt lamp is connected across R phase and neutral and a 100 volt lamp is connected across Y phase and neutral. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് വെൻ ദ ന്യൂട്രൽ ഈസ് ഡിസ്കണക്റ്റഡ്. അത് ഡിസ്കണക്റ്റഡ് ആവുമ്പോൾ 4 വോൾട്ട് ലാമ്പ് ഗ്ലോ ചെയ്യും 100 വോൾട്ട് ലാമ്പിനേക്കാൾ. പിക്ക് ദ ഓഡ് വൺ ഔട്ട്. ലൈറ്റിംഗ് അറസ്റ്റർ, ഗ്രൗണ്ട് വയേഴ്സ്, എർത്തിങ് സ്ക്രീൻ, ഗാർഡ് വയേഴ്സ്. അതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണ്? ഗാർഡ് വയേഴ്സ് ആണ്. വിച്ച് വൺ among the following factor does not determine the selection size of conductor for overhead transmission ആണ് ചോദിച്ചേക്കണേ. KVA rating of transformer used ആണ് ആൻസർ. In India, the frequency of the secondary distribution voltage can vary from എത്ര തൊട്ട് എത്രയാണ്? 48.5 Hz to 51.5 Hz. Last question, reactors connected in series with the feeders. Feeder reactors are used to dash. അത് യൂസ് ചെയ്തേക്കുന്നത് to limit the current in case of short circuit. ഓക്കെ, അപ്പോൾ റിവിഷൻസ് നല്ലപോലെ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.